ഉണ്ട്. അങ്ങനെ അഴകൊത്ത രാവണനായിട്ട് അവരൊക്കെ ഇങ്ങനെ കടന്നു വരുമ്പോൾ കോസ്മോസ് ആണോ മണിക്കൊമ്പനാണോ ആരാണ് വിജയിക്കുക എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എങ്കിലും അവർ നമ്മുടെ വഞ്ചി മുങ്ങിയിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ടീം അംഗങ്ങൾ എത്രയും വേഗത്തിൽ ഇവിടെ എത്തിച്ചേരുക. നമ്മുടെ വഞ്ചി ഫിനിഷിംഗ് പോയിന്റിൽ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, റൂട്ട്സ് ഓഫ് മിൽസിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണ് നമ്മൾ കാത്തിരുന്ന ആ ഒരു ദിനം. പൊന്നാനിക്കാരുടെ സ്വന്തം ബീങ്ങായാലെ വള്ളംകളി ദിവസമാണ് ഇന്ന്. ഇപ്പൊ 1 മണിയായിട്ടുണ്ട്. 3:30 മണിക്കാണ് വള്ളംകളി നടക്കുന്നത്. ഈ ടൈമിൽ പോയാലേ നമുക്ക് അവിടെ പാർക്കിങ്ങും മറ്റുള്ള സീറ്റിംഗ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടുള്ളൂ. അത്ര റഷാണ്. കാരണം ഒരുപാട് ലോങ്ങിൽ നിന്ന് വരെ ഫാമിലി എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. സോ ഇപ്പൊ തന്നെ നമുക്ക് വേഗം പോയിട്ട് അവിടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ബീങ്ങാലിൽ എത്തിയിട്ടുണ്ട്. പവലിയനിലുള്ളത്. ഇവിടെ ഇപ്പോൾ ഫ്ലാഗ് ഓഫും ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. എല്ലാവരും വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വള്ളംകളിക്കുള്ള വള്ളങ്ങൾ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷ്വൽസ് കണ്ടുവരാം. ഓക്കെ, നമ്മളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഈ മലപ്പുറം ജില്ലയിലെ പൊന്നാനി നമ്മളുടെ AVHSലെ വിദ്യാർത്ഥികൾ ആലപിക്കുന്ന വഞ്ചിപ്പാട്ടിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, BBRCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വള്ളംകളി മത്സരത്തിലേക്ക് ഈ നാട്ടിലെ എല്ലാ വള്ളംകളി പ്രേമികളെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ സ്റ്റേജിന്റെ തെക്ക് ഭാഗത്ത് തീർത്തിട്ടുള്ള പവലിയനിൽ വള്ളത്തിന്റെ പ്രതിനിധികൾക്ക് മാത്രമുള്ള ഇരിപ്പിടമാണ്. മറ്റുള്ളവർ മാറിക്കൊടുത്ത് സൗകര്യം ചെയ്യേണ്ടതാണ്. ഫ്ലാഗ് ഓഫിനായി എല്ലാ മത്സര വള്ളങ്ങളും പവലിയനിൽ അണിനിരക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. നമ്മുടെ മത്സരം ഏതാനും സമയങ്ങൾക്കുള്ളിൽ നടക്കുകയാണ്. എല്ലാ വള്ളങ്ങളും സഹകരിക്കുക, കൃത്യനിഷ്ഠത പാലിക്കുക. BM കായൽ ബോട്ട് റേസിംഗ് ജനകീയ കമ്മിറ്റി BBRCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ജലമാമാങ്കത്തിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നിർവഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കളിവള്ളങ്ങളും നമ്മളുടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഇപ്പോൾ ഇവിടെ മിഖായലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പടക്കൊമ്പനുണ്ട്, ജലറാണിയുണ്ട്, കായൽപ്പടയുണ്ട്, മണിക്കൊമ്പൻ അല്ലേ, 25 ജലരാജാക്കന്മാർ. അങ്ങനെ പാഞ്ഞ് ഓരോ വള്ളങ്ങൾ കടന്നു വരുമ്പോൾ ഈ പവലിയൻ അഭിമുഖമായിട്ട് നിങ്ങൾ നിൽക്കണം. ഞാനിവിടെ സൂചിപ്പിച്ചു 6 പുതിയ വള്ളങ്ങൾ കൊണ്ട് ധന്യമാണ് ഈ ബിയങ്കായൽ. ഈ ബിയങ്കായലിൽ മനുഷ്യർ വരുന്നു പോകുന്നു, പക്ഷേ ഞാൻ എന്നും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. കാലങ്ങളായി മനുഷ്യനിവിടെയുണ്ടോ ആ മനുഷ്യരൊക്കെ വരികയും പോകുകയും ചെയ്യുമ്പോൾ ഈ ജലാശയങ്ങൾ എന്നും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ ജലാശയത്തിൻ്റെ മടിത്തട്ടിലാണ് ഇത്രയേറെ ജലരാജാക്കന്മാർ ഒരുമിച്ച് ഇത്ര മനോഹരമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ മാത്രമേ ഇത്രയേറെ വള്ളങ്ങൾ, കാരണം അവിടെ 70ഓളം ജലരാജാക്കന്മാർ, ചുണ്ടൻ വള്ളങ്ങൾ, ഇരുട്ടുകുത്തി, വെപ്പുവള്ളം, അങ്ങനെ ഒരുപാട് വള്ളങ്ങൾ അവിടെ വരുമ്പോൾ ഇത് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം. എൻ്റെ നാട് ഗോതുരുത്താണ്, എറണാകുളം ജില്ലയിൽ. ഗോതുരുത്തിലെ ഈ 22-ാം തീയതി വള്ളംകളി നടക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നാണ് അവിടെ വഞ്ചിക്ക് വലിക്കാൻ വരുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഹോം ടീമാണ് അല്ലേ, പുറത്തുനിന്ന് ആരെയും വലിക്കാൻ അനുവദിക്കുന്നില്ല. കാരണം ഇത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഇത് ഒരു വലിയ, നമുക്കറിയാം ഇന്നിപ്പോൾ പല ആളുകളും അല്ലെ 22, 25, 27 വയസ്സാകുമ്പോൾ അറ്റാക്ക് വരികയാണ്. കാരണം പണിയെടുക്കുന്നില്ല, അല്ലെങ്കിൽ നല്ല നെയ്മുറ്റി ഇങ്ങനെ. അപ്പോൾ ഇത് വലിയൊരു കായിക അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ കായികാസ്വാദനത്തിൻ്റെ ഒരു സൃഷ്ടി കൂടെയാണ് ഈ ജലമാമാങ്കം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആയൂബ്ക്ക
ഇവിടെ ഫ്ലാഗ് ഓഫ് കർമ്മത്തിന് വേണ്ടിയിട്ട് BBRCയുടെ സംഘാടകരൊക്കെ തന്നെ നമ്മളുടെ സുഭാഷും റഹീമിക്കയും അതുപോലെ തന്നെ സജ്ജിയും രജീഷും ഒക്കെ ഇവിടെ സന്നിഹിതരാണ്, ഗണേശേട്ടനും എല്ലാവരും ഇവിടെ നിൽക്കുമ്പോൾ അത് ഒരു ചരിത്രമാകട്ടെ, ഇതൊരു പുണ്യമാകട്ടെ, ഇത് പാവനമായ ഒരു സമൂഹത്തിന് മാതൃക കാണിച്ചു കൊടുക്കുന്ന വലിയ ഒരു ദൗത്യത്തിന്റെ വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്കിവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. വളരെ വാശിയേറിയ ആ മത്സര വള്ളംകളിക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് ആ 2 വള്ളങ്ങളും നിങ്ങളൊന്ന് കാണുക. രണ്ടാമത്തെ ട്രാക്ക് എന്ന് പറയുമ്പോൾ അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ട്രാക്ക് എന്ന് പറയുന്നത് നടുക്കത്തെ ട്രാക്കാണ് അല്ലേ. നടുക്ക് കാണുന്ന ട്രാക്കിലൂടെ പുളിക്കക്കടവൻ അൽമഹറിൻ ഇലക്ട്രോണിക്സ് ആൻഡ് ട്രേഡിംഗ് UAE സ്പോൺസർ ചെയ്തിട്ടുള്ള പുളിക്കക്കടവൻ 2017 നീറ്റിലിറക്കി. 2017, 2018, 19, 20, 21, 22, 23, 24 7 വർഷക്കാലത്തെ പരിശീലനത്തിന്റെ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ പുളിക്കക്കടവൻ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ അതാ മൂന്നാമത്തെ ട്രാക്കിലൂടെ, അത് കാഞ്ഞിരമുക്ക് ഭാഗത്തുകൂടെ മൂന്നാമത്തെ ട്രാക്കിലൂടെ വജ്ര കടന്നു വരികയാണ്. ബിജീഷൻ കെ ക്യാപ്റ്റനായിട്ടുള്ള യുവശക്തി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ പാടത്തങ്ങാടിയുടെ വജ്ര, ആ യുവശക്തിയുടെ വജ്ര, അത് മൂന്നാമത്തെ ട്രാക്കിലൂടെ അങ്ങനെ കടന്നു വരുമ്പോൾ അയ്യടാ പോയടാ എന്നുള്ള താളത്തിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ 2 വഞ്ചിയും ഒപ്പത്തിനൊപ്പമാണ്. അങ്ങനെ ഓറഞ്ച് നിറത്തിലുള്ള ജേഴ്സിയൊക്കെ അണിഞ്ഞ് അങ്ങനെ മൂന്നാമത്തെ ട്രാക്കിലൂടെ വജ്ര അങ്ങനെ കുത്തി എറിഞ്ഞ് അങ്ങനെ വെള്ളത്തുള്ളികളിൽ നക്ഷത്ര കണികകൾ പോലെ വെള്ളത്തുള്ളികൾ അങ്ങനെ ചിതറിച്ചുകൊണ്ട് 2 വള്ളങ്ങൾ രണ്ടാമത്തെ ട്രാക്കിലൂടെ പുളിക്കക്കടവനും മൂന്നാമത്തെ ട്രാക്കിലൂടെ വജ്രയും കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ബിയങ്കായലിൽ BRCC നടത്തുന്ന ഉജ്ജ്വലമായ ഈ ജലമേളയ്ക്ക് ആദ്യപാദ മത്സരങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ പിന്നീടുള്ള മത്സരങ്ങളിൽ പങ്കാളികളാകുന്നത് നമുക്കറിയാം. നമ്മളുടെ 25 വള്ളങ്ങളെന്ന് ഞാൻ പറഞ്ഞു. ആദ്യ മത്സരത്തിൽ വജ്രയും പുളിക്കക്കടവനും, രണ്ടാമത്തെ ഹീറ്റ്സിൽ കൊച്ചുകൊമ്പനും വീരപുത്രനും, മൂന്നാമത്തെ ഹീറ്റ്സിൽ കായൽപ്പടയും സൂപ്പർ ജെറ്റും, പിന്നെ 4ാമത്തെ ഹീറ്റ്സിൽ വടക്കുന്നാഥൻ ആരോഹ നമ്മളുടെ മിഖായേൽ, പിന്നെ 5ാമത്തെ ഹീറ്റ്സിൽ കായൽ കുതിരയും യുവരാജയും, 6ാമത്തെ മത്സരത്തിൽ പടക്കൊമ്പനും പാർത്ഥസാരഥിയും. അപ്പോൾ എനിക്ക് തോന്നുന്നു 6, 3, 9, 10 മത്സരങ്ങളാണ് ഒരു മൈനർ വിഭാഗത്തിൽ മാത്രം നടക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ മേജർ വിഭാഗത്തിൽ ആദ്യപാദ മത്സരത്തിൽ 3 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. പറക്കും കുതിരയും അമ്പലപ്പറമ്പനും കായൽ കുതിരയും. 2ാമത്തെ ഹീറ്റ്സിൽ ജോണി വാക്കറും കടവനാടനും, 3ാമത്തെ ഹീറ്റ്സിൽ കോസ്മോസും വാട്ടർ ജെറ്റും, 4ാമത്തെ ഹീറ്റ്സിൽ മണിക്കൊമ്പനും കായൽക്കൊമ്പനും, 5ാമത്തെ ഹീറ്റ്സിൽ സാഗരറാണിയും ചുള്ളിക്കാടനും, 6ാമത്തെ ഹീറ്റ്സിൽ കായൽ മണിയും ജലറാണിയും. ജലയുടെ അമരക്കാരൻ സുനിൽ KPയും എഴുന്നേറ്റ് നിന്ന് നാരം കുത്തി അങ്ങനെ അയ്യടാ പോയടാ എന്നുള്ള താളത്തില് അങ്ങനെ ഓറഞ്ച് നിറത്തിലുള്ള ജേഴ്സിയൊക്കെ അണിഞ്ഞ് അങ്ങനെ വജ്ര ആ 3ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 2ാമത്തെ ട്രാക്കിലൂടെ പുളിക്കക്കടവൻ അങ്ങനെ ആ സനിവൂപ്പൻ ക്യാപ്റ്റനായിട്ടുള്ള പുളിക്കക്കടവനാണ് ഒരല്പം മുന്നില്. എന്റെ കാണികളെ നിങ്ങളൊന്ന് ആവേശം കൊടുക്കൂ. പുളിക്കക്കടവന്റെ വജ്രയുടെ ടീമുകൾ അങ്ങനെ ഉജ്ജ്വലമായ ഒപ്പത്തിനൊപ്പം ആരും വിട്ടുകൊടുക്കുന്നില്ല. ഒരല്പം പോലും തളർച്ചയില്ലാതെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തുടങ്ങിയ ആ ഒരു എനർജി ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ അവരതാ അങ്ങനെ കടന്നു വരികയാണ്. പുളിക്കക്കടവനാണോ വജ്രയാണോ? അതാ പുളിക്കക്കടവൻ ഒരല്പം മുന്നിലാണ്. ഒട്ടും വിട്ടുകൊടുക്കാതെ വജ്രയും അങ്ങനെ പുളിക്കക്കടവൻ അയ്യടാ പോയടാ എന്നുള്ള താളത്തില് അങ്ങനെ നീല ജേഴ്സി വരയിൽ വിരിയിച്ച അങ്ങനെ ഒരു പുഷ്പം പോലെ അവരങ്ങനെ അങ്ങനെ 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 അവരങ്ങനെ ഇങ്ങനെ കടന്നു വരുന്ന അങ്ങനെ പറന്ന് ചാടി അങ്ങനെ വജ്രയും പുളിക്കക്കടവനും ഉജ്ജ്വലമായ ഒരു പോരാട്ടം തന്നെ നടത്തിക്കൊണ്ട് നമ്മുടെ 2 വഞ്ചികളും അഭിനന്ദനങ്ങൾ നേരുകയാണ്. ആദ്യപാദ മത്സരത്തിൽ ഒട്ടും തന്നെ ആവേശം ചോരാതെ 2 വള്ളങ്ങളും അവരുടെ കഠിനാധ്വാനത്തിന്റെ അല്ലെങ്കിൽ അവരുടെ പരിശീലനത്തിന്റെ പരിശ്രമത്തിന്റെ ആ ഒരു ഉജ്ജ്വല പോരാട്ടം വജ്രയും പുളിക്കക്കടവനും നടത്തിക്കഴിഞ്ഞു. വരുമ്പോ ആവേശകരമായ ഈ ഓണനാളിൽ വീണ്ടും ഒരു സദ്യ ഒരുക്കിക്കൊണ്ട് ആവേശത്തിന്റെ പരകോടിയിലെത്തിച്ചുകൊണ്ട് അവരങ്ങനെ കടന്നു വരുമ്പോ 2 കരകളിലെയും കാണികളെ രോമാഞ്ച കഞ്ചുകമണിയിച്ചുകൊണ്ട്
അവരങ്ങനെ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട കാണികളെ, ഇതല്ലേ ഇത്തരത്തിലുള്ള ആവേശകരമായ നിമിഷങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഈ വള്ളംകളി ആസ്വദിക്കാൻ ഇരു കരകളിലും ഇങ്ങനെ തടിച്ചുകൂടിയതെന്ന് പറയുമ്പോ അങ്ങനെ മിഖായേലും വടക്കുന്നാഥനും കടന്നു വരുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ഒപ്പത്തിനൊപ്പം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കൂടി ആവേശകരമായ രീതിയിൽ രണ്ട് വഞ്ചികളും അങ്ങനെ എറിഞ്ഞുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിനെ മുത്തമിട്ടുകൊണ്ട് കടന്നു വരുമ്പോ ഇതൊരു മത്സരമാണ്. ഒരു വഞ്ചി ജയിക്കും, ഒരു വഞ്ചി പരാജയപ്പെടും. പക്ഷേ ഇതൊന്നും ഇവിടെ തീരുന്നില്ല. ഇനിയുമുണ്ട് ഈ വർഷം മത്സരങ്ങൾ. അവിടെയൊക്കെ ഞങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കടന്നു വരുന്ന ആവേശകരമായിട്ടുള്ള ഈ 4ാം പാത മത്സരം അങ്ങനെ കടന്നു പോവുകയാണ്. കുതിച്ചു വരുമ്പോൾ ഒരല്പം മുന്നിലാണോ കായൽ കുതിര? ഇല്ല, ഇവർ രാജാവ്, അതിന്റെ രാജാക്കന്മാർ തന്നെയാണ്. 12 രാജാക്കന്മാർ, കിരീടമില്ലാത്ത രാജാക്കന്മാർ. അമരക്കാരന്റെ തലയിൽ ഒരു കിരീടമുണ്ട്, ചുവന്ന ജേഴ്സിയൊക്കെ അണിഞ്ഞ് അവര് ആ രാജാവ്, ആ യുവരാജാക്കന്മാർ അങ്ങനെ വരുമ്പോൾ കായൽ കുതിര വെള്ളത്തിൽ വെല്ലാൻ ഞങ്ങളെക്കാൾ മറ്റാരാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് കായൽ കുതിര അങ്ങനെ കടന്നു വരുമ്പോൾ പച്ച ജേഴ്സി ഒപ്പത്തിനൊപ്പം എന്റെ കാണികളെ, നമ്മളുടെ കാലത്ത് ഘടികാരം നിശ്ചലമാകുമ്പോൾ ഈ മൈനർ വിഭാഗത്തിന്റെ ഉജ്ജ്വലമായ ഒരു പോരാട്ടം ഇതാ കാണൂ. നിങ്ങളൊന്ന് കണ്ണു തുറക്കൂ. കായൽ കുതിരയാണോ, യുവരാജയാണോ? ഇഞ്ചോടിഞ്ച് ഒപ്പത്തിനൊപ്പം കെട്ട് ഇതാ ആരാണ് വിജയി, ആരാണ് പരാജിതൻ എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിന്റെ ചരിത്രം യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ യുവരാജയും അതോടൊപ്പം തന്നെ കായൽ കുതിരയും തമ്മിലുള്ള ഉജ്ജ്വലമായ ഒരു മത്സരത്തിന് വേദിയൊരുക്കിക്കൊണ്ട് ഒരു നല്ല മത്സരം നമുക്ക് മുന്നിലൂടെ കടത്തിവിട്ട ആ കായൽ കുതിരയിലെയും യുവരാജാവിലെയും എല്ലാ തുഴച്ചിൽക്കാർക്കും ഈ കാണികളുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. നിറഞ്ഞ കുളമ്പടി ശബ്ദം പോലെ പുഴയുടെ അങ്ങേത്തലയ്ക്കൽ നിന്നും ഉയർന്നു കേൾക്കുന്നില്ലേ? ഇതാ 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 പറക്കും കുതിര, ഇതാ കായൽ കുതിര. ഉജ്ജ്വലമായ പ്രൗഢമായ ഉജ്ജ്വലമായ ഒരു മത്സരം. ഇതൊരു മത്സരമാണോ? ഇതാ ഇതാ നമ്മളുടെ കാലത്തിന്റെ ഘടികാരം, നമ്മളുടെ ഹൃദയമിടിപ്പ് വരെ താളം തെറ്റുന്ന മത്സരം. എന്റെ പ്രിയമുള്ളവരെ, പറക്കും കുതിരയാണോ, കായൽ കുതിരയാണോ? ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് കെട്ട് അങ്ങനെ പാഞ്ഞു വരുന്ന മനോഹരമായിട്ടുള്ള ഒരു മത്സരം. ചെറുവള്ളങ്ങൾ നിങ്ങളൊന്ന് ഒതുക്കിയിടുക. നമ്മളൊരു അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പവലിയന്റെ മുന്നിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് 22 പേരുടെ ശക്തി. ആ ശക്തി ഒരു യന്ത്രത്തിൽ ഘടിപ്പിച്ച ഒരു യന്ത്രം പോലെ പ്രവഹിച്ചു വരുമ്പോൾ അതിനെ തടുക്കാനും തടയാനും നമ്മളുടെ ചെറുവള്ളങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ചെറുവള്ളങ്ങൾ സ്നേഹത്തോടു കൂടെ പറയുകയാണ്, ഈ ചെറുവള്ളങ്ങളൊക്കെ ഒന്ന് കരയുടെ ഇരുഭാഗങ്ങളിലേക്ക് ഒതുക്കിയിടുക. ട്രാക്കിലൂടെ വാട്ടർ ജെറ്റ് അവരൊട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. നീല ജേഴ്സി അണിഞ്ഞ് തലയിൽ വെള്ളക്കെട്ടൊക്കെ കെട്ടി അങ്ങനെ ഭടന്മാരെ പോലെ അങ്ങനെ അവര് 2ാമത്തെ ട്രാക്കിലൂടെ കോസ്മോസ് കടന്നു വരുമ്പോൾ വാട്ടർ ജെറ്റ് വെള്ളത്തിലെ ജെറ്റ് പോലെ അവരങ്ങനെ പാഞ്ഞു വരുമ്പോൾ 2 അമരക്കാരും നിന്ന് ആഞ്ഞു കുത്തി കോരിയെറിയുമ്പോൾ കോസ്മോസ്, ഞാനിവിടെ സൂചിപ്പിച്ചു, നമ്മളുടെ 5 വള്ളങ്ങളാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ പുത്തൻ വള്ളങ്ങൾ ഇറക്കിയിരിക്കുന്നത്. അതിലൊരു വള്ളമാണ് കോസ്മോസും വാട്ടർ ജെറ്റും തമ്മിലുള്ള മനോഹരമായിട്ടുള്ള മത്സരത്തിന്റെ ഫലം നമ്മളുടെ ബഹുമാനപ്പെട്ട ജഡ്ജസ് നമ്മളെ അറിയിക്കും. അങ്ങനെ അറിയിക്കുന്ന തലത്തിൽ നമ്മൾ അത് നിങ്ങളെ അറിയിക്കുന്നതാണ്. അങ്ങനെ വാട്ടർ ജെറ്റും കോസ്മോസും തമ്മിലുള്ള ഉജ്ജ്വലമായ ഒരു മത്സരം. നമുക്കറിയാം, നമ്മളുടെ ഈ പ്രദേശത്ത് 5 ജലരാജാക്കന്മാരാണ് നീരണിഞ്ഞത്. നമ്മളുടെ ജോണി വാക്കർ, കോസ്മോസ്, ചുള്ളിക്കാടൻ, കായൽ കൊമ്പൻ, കായൽ മണി, അങ്ങനെ 5 പുതിയ വള്ളങ്ങൾ ഏകദേശം 50 ലക്ഷം രൂപയോളം, അല്ലേ, 50 ലക്ഷം രൂപയോളം ചിലവാക്കിയാണ് ഈ 5 വള്ളങ്ങൾ നമുക്ക് ഇവിടെ കോരിത്തെരിപ്പിക്കാൻ, ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെക്കാൻ ഇവിടെ എത്തിച്ചേർന്നത്. ഏറെ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ ജലോത്സവങ്ങളൊക്കെ തന്നെ ഇങ്ങനെ എല്ലാ വർഷവും നടക്കണമെങ്കിൽ ഒരു സാമ്പത്തികമായ വലിയ ഭാരിച്ച ഉത്തരവാദിത്വം ഈ കളിവള്ളങ്ങൾക്കൊക്കെ ഉണ്ട്. ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് സാഗര റാണിയും ചുള്ളിക്കാടനും ഒരുപക്ഷെ ഫൈനലിന്റെ പ്രതീതി ഉണർത്തിക്കൊണ്ട് ആര് ജയിക്കും ആര് തോക്കുമെന്ന് പ്രവചിക്കാനാവാത്ത വിധത്തിലുള്ള ഒപ്പത്തിനൊപ്പം സാഗര റാണിയും ചുള്ളിക്കാടനും അങ്ങനെ 2ാമത്തെ ട്രാക്കിലൂടെ സാഗര റാണിയും
ഉദ്ഘാടനം ആര് 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 പരാജയപ്പെട്ടു, ആര് വിജയിച്ചു എന്ന് ഒരിക്കലും പ്രവചിക്കാനാവാത്ത വിധത്തിലുള്ള ഒരു മത്സരം അങ്ങനെ കാഴ്ചവെച്ചുകൊണ്ട് ആ വെള്ളത്തിൽ ഒരു സഹോദരൻ വെള്ളത്തിൽ നമ്മുടെ വഞ്ചി മുങ്ങിയിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ടീം അംഗങ്ങൾ എത്രയും വേഗത്തിൽ ഇവിടെ എത്തിച്ചേരുക. നമ്മുടെ വഞ്ചി ഫിനിഷിംഗ് പോയിന്റിൽ ആരും അങ്ങനെ പോകേണ്ടതില്ല, നീന്തിയിട്ട് ആരും പോകേണ്ടതില്ല. അവിടെ രക്ഷിക്കാനുള്ള എല്ലാ സംവിധാനം അവിടെ ചെയ്തിട്ടുണ്ട്. ആരും അവിടെ നീന്തി പോകണ്ട. അനാവശ്യമായിട്ട് സ്റ്റേജിന് മുന്നിൽ ആരും വെള്ളത്തിൽ അഭ്യാസം നടത്തേണ്ടതില്ല, പോലീസ് നിയന്ത്രിക്കുന്നതായിരിക്കും. ദയവ് ചെയ്ത് നമ്മുടെ ഈ മത്സരം ഒരു സഹോദരൻ വേഗത്തിൽ തന്നെ അവിടെ എത്തി അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം വള്ളംകളിയാകുമ്പോൾ ചിലപ്പോൾ ഒരു വഞ്ചിയൊക്കെ മുങ്ങും. പക്ഷേ ഇവിടെ അതിന്റെ ഒരുക്കങ്ങളെല്ലാം ഫയർഫോഴ്സിന്റെ ടീം അംഗങ്ങൾ എത്രയും വേഗത്തിൽ എത്തിച്ചേരുക. ഫയർഫോഴ്സ് അവര് എത്തുന്നുണ്ട്. ആ റാണി ഒരല്പം മുന്നിലാണ് എങ്കിൽ തന്നെയും ആ കായൽമണി ഒട്ടും വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ വെളുത്ത ആ ബനിയനൊക്കെ ഇട്ട് അവരങ്ങനെ നൻപങ്ങനെ കുത്തിയെറിഞ്ഞ് അയ്യടാ പോയടാ എന്നുള്ള ആ ഒരു ശ്വാസത്തില് അങ്ങനെ ഒരേ താളം, ഒരേ ലക്ഷ്യം, ഒരേ സ്വരം, അങ്ങനെ 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 ആ ജലറാണി മൂന്നാമത്തെ ട്രാക്കിലൂടെ അങ്ങനെ നാരംകൊത്തി കായംകൊത്തി ഇങ്ങനെ പാഞ്ഞു വരുമ്പോൾ ആ ഓറഞ്ച് നിറത്തിലുള്ള ജേഴ്സി ഒക്കെ അണിഞ്ഞ് അവരും കായൽമണിയും അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള ബിയ്യങ്കായലിന്റെ സൗന്ദര്യം മുഴുവൻ ആസ്വദിച്ചുകൊണ്ട് ആവാഹിച്ചുകൊണ്ട് അങ്ങനെ കായൽമണിയും ജലറാണിയും തമ്മിലുള്ള 6ാം പാദ മത്സരം അങ്ങനെ കടന്ന് നമ്മളുടെ മുന്നിലൂടെ അങ്ങനെ അയ്യടാ പോയടാ എന്നുള്ള താളത്തില് അങ്ങനെ അവര് പാട്ടൊക്കെ പാടി അങ്ങനെ വഞ്ചിപ്പാട്ടൊക്കെ പാടി അങ്ങനെ കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയമുള്ളവർ വഞ്ചിപ്പാട്ടൊക്കെ പണ്ട് കാലത്തായിരുന്നു. കാരണം ഇപ്പോൾ മത്സരാംശത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉത്സവാംശം നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ ബിയ്യങ്കായലിൽ ഇതുപോലെ ചെറുപ്പക്കാരൊക്കെ തന്നെ സംഘടിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം ആ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇതിനുശേഷമാണ് അടുത്ത മത്സരങ്ങൾ ആരംഭിക്കുകയുള്ളൂ. ടൂറിസം വകുപ്പിൻ കീഴിൽ എല്ലാ വർഷവും സാധാരണഗതിയിൽ നടത്തി വരാറുള്ള ടൂറിസം വാരാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ പൊന്നാനിയിൽ നാം സംഘടിപ്പിക്കുന്ന ബിയ്യങ്കായൽ ജലോത്സവം തൽക്കാലത്തേക്ക് ഔദ്യോഗികമായിട്ട് നടത്തുന്നതിന് സാധ്യമല്ലാത്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് നമ്മളൊക്കെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് BBRCയുടെ വ്യത്യസ്ത ക്ലബ്ബുകളുടെ ആളുകൾ ഒറ്റക്കെട്ടായി ജനകീയമായി തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ടീമിനെ അണിനിരന്ന മുഴുവൻ കായിക പ്രേമികളെയും പ്രത്യേകിച്ച് ജലോത്സവത്തിന് നേതൃത്വം കൊടുക്കുന്ന ടീമിനെ പ്രത്യേകമായിട്ട് അഭിവാദ്യം ചെയ്യുന്നു. പൊന്നാനി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ബിയ്യങ്കായലിൻ്റെ ആസ്വദിക്കുന്നതിനും പുളിക്കക്കടവിൽ തൂക്കുപാലം പോലുള്ള ടൂറിസം പ്രൊജക്റ്റുകൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബിയ്യങ്കായലോരത്ത് കൂടുതൽ ടൂറിസം പ്രൊജക്റ്റുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് പൊന്നാനി നഗരസഭ മുന്നോട്ട് പോകുന്നത്. അടുത്ത വർഷം നമ്മൾ ഇവിടെ വള്ളംകളി നടക്കുമ്പോൾ നമുക്കറിയാം, അതിനു മുന്നേ തന്നെ കായൽ ടൂറിസത്തിന്റെ അഥവാ വാട്ടർ ടൂറിസത്തിന്റെ പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന പദ്ധതികളാണ് ഇവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നാട്ടുകാരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നന്ദേട്ടനെ വളരെ സ്നേഹപുരസരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സംഘാടകരെ, സഹോദരന്മാരെ, വള്ളംകളി നിർത്തിവെച്ചിട്ടാണ് ഉദ്ഘാടനം. അതുകൊണ്ട് തന്നെ ഒരു പ്രസംഗത്തിലേക്ക് മുതിരുന്നില്ല. ഇവിടെ ആങ്കർ സൂചിപ്പിച്ച പോലെ ജലോത്സവം ഒരു വള്ളംകളി മത്സരത്തിലേക്ക് ചുരുങ്ങുന്ന രൂപത്തിലേക്ക് ആണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. വള്ളംകളി എന്നത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ളതല്ല. ഒരു പക്ഷേ നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ വള്ളംകളിയുടെ ഉത്ഭവം ഇന്ത്യയോ കേരളമോ അല്ല എന്ന് നമുക്കറിയാം. ഇന്ത്യക്ക് പുറത്താണ്, വിദേശത്താണ് വള്ളംകളി ആദ്യമായിട്ട് ആരംഭിച്ചത്. പക്ഷേ അതിമനോഹരമായ രൂപത്തിലേക്ക് സംഘടിപ്പിക്കുന്ന വള്ളംകളി നടക്കുന്നത് കേരളത്തിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വള്ളംകളി കാണുന്നത് കേരളത്തിൻ്റെ മണ്ണിൽ നിന്നാണ്. അതിൻ്റെ കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ രസകരമായ പല കഥകളുണ്ട്, ഞാൻ ഇപ്പോൾ ഉദ്ധരിക്കുന്നില്ല. അടുത്ത കൊല്ലം നമുക്ക് വീണ്ടും പറയാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആസ്വാദകരെയും
ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. അവരാണ് ഇതിൻ്റെ സംഘാടനത്തിൻ്റെ മുഖ്യമായിട്ടുള്ള രൂപത്തിലേക്ക് നമുക്ക് പ്രചോദനം നൽകുന്നത്. അതുകൊണ്ട് വള്ളംകളി ആസ്വാദകരായി എത്തിയിട്ടുള്ള ഈ മണ്ഡലത്തിൻ്റെയും പരിസര മണ്ഡലങ്ങളുടെയുമുള്ള ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. ഇതിനെ സംഘടിപ്പിക്കാൻ തയ്യാറായി വന്നിട്ടുള്ള, നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കെല്ലാം ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിൽ ഈ മത്സരം മാറ്റിവെച്ചപ്പോൾ അത് ഇവിടുത്തെ വർഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 50ാമത്തെ വർഷമാണിപ്പോൾ ഈ വള്ളംകളി ഇവിടെ നടക്കുന്നത്. ഈ സെമി ഫൈനൽ മത്സരത്തിൽ മുത്തമിടുക. ഈ സെമി ഫൈനൽ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ അവർക്ക് ഫൈനൽ മത്സരത്തിലേക്ക് കടക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു 250 മീറ്റർ ദൂരം മാത്രം ബാക്കി നിൽക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം രണ്ടുപേരും ഒപ്പത്തിനൊപ്പം കട്ടക്കട്ടെ തുല്യ ശക്തികളെ പോലെ അവരങ്ങനെ പാഞ്ഞെടുക്കുകയാണ്. അങ്ങനെ പാഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ രണ്ട് വഞ്ചികളും തലയെടുപ്പിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തലയെടുപ്പിൽ തെച്ചിക്കോട്ട് രാമചന്ദ്രനാണെങ്കിൽ അഴകിൽ പാമ്പാടി വാസൻ എന്ന പോലെ ഇവർ രണ്ടുപേരും ഈ വള്ളംകളിയിലും വഞ്ചിയിലും ഒക്കെ തന്നെ ഈ അഴകിന്റെ രാജകുമാരന്മാരുണ്ട്. അങ്ങനെ അഴകൊത്ത രാവണനായിട്ട് അവരൊക്കെ ഇങ്ങനെ കടന്നു വരുമ്പോൾ കോസ്മോസ് ആണോ മണിക്കൊമ്പനാണോ ആരാണ് വിജയിക്കുക എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എങ്കിലും അവരങ്ങനെ ഒപ്പത്തിനൊപ്പം ഒരു പങ്കായത്തിന് പോലും വിട്ടുകൊടുക്കാതെ രണ്ട് അമരക്കാരും അങ്ങനെ കല്ലായം കൊത്തിയൊക്കെ പാഞ്ഞു വരുമ്പോൾ എൻ്റെ കാണികള്, എൻ്റെ കളിവള്ളക്കാരെ, നിങ്ങളൊക്കെ ഇരു കരകളിലേക്ക് നിങ്ങൾ അതൊന്ന് കാണൂ. 12 ശക്തികൾ, അങ്ങനെ 24 കൈകൾ മെയ്യും കയ്യും മറന്ന് അങ്ങനെ വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ശക്തിയുടെ കരുത്തുകൊണ്ട് അവരങ്ങനെ കുതിച്ചു വരുമ്പോൾ അങ്ങനെ പറന്ന് അസ്ത്രം തൊടുത്തുവിട്ട അർജുനൻ തൊടുത്തുവിട്ട അസ്ത്രം പോലെ അവരങ്ങനെ ഒപ്പത്തിനൊപ്പം കടന്നു വരുമ്പോൾ ഉജ്ജ്വലമായ ഒരു മത്സരമല്ലേ ഈ BM കായലിൽ മിന്നൽ പിണർ സൃഷ്ടിച്ചുകൊണ്ട് അവരങ്ങനെ കടന്നു വരുമ്പോൾ കലിയടങ്ങാത്ത കാട്ടുകൊമ്പന്റെ ക്രൗര്യമാണോ അവരുടെ മനസ്സിലുള്ളത്? ഉജ്ജ്വലമായ ഒരു മത്സരം, ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ രണ്ട് വള്ളങ്ങളും കോസ്മോസും മണിക്കൊമ്പനും തയ്യാറാകാതെ ഉജ്ജ്വലമായ കട്ടെ ഒപ്പത്തിനൊപ്പം ഓടി വരുന്ന അയ്യടാ പോയടാ എന്നുള്ള താളത്തിൽ അങ്ങനെ കടന്നു വരുന്ന ഉജ്ജ്വലമായിട്ടുള്ള പ്രൗഢമായിട്ടുള്ള ഒരു മത്സരമാണ്. ആ വഞ്ചി പതുക്കെ മറിഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ കാണികൾ അല്ല, നമ്മുടെ കോസ്റ്റൽ പോലീസ്, നമുക്കറിയാം അവർ ഒരുപാട് ശക്തിയോടെ തുഴഞ്ഞാണ് ആരും ആ വഞ്ചിയിൽ പിടിച്ച് തന്നെ നിങ്ങൾ കിടക്കുക. നിങ്ങൾ നൻപ് പങ്കായമൊക്കെ പോയിക്കോട്ടെ, കുഴപ്പമില്ല, അത് നമുക്ക് എടുക്കാം. നിങ്ങൾ സുരക്ഷിതരായിട്ട് ആ വഞ്ചിയിൽ തന്നെ. എത്ര നല്ലൊരു മത്സരം കാഴ്ചവെച്ച രണ്ട് വള്ളങ്ങളാണ് അല്ലേ? കോസ്മോസും ആരും പോകേണ്ടതില്ല. നമ്മള് ഫയർഫോഴ്സ് ഉണ്ട് അവിടെ കോസ്റ്റൽ പോലീസും ഫയർഫോഴ്സും ഒക്കെ അവിടെ പാഞ്ഞെത്തി. അങ്ങനെ നല്ലൊരു സുരക്ഷാ സംവിധാനം കണ്ട കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസും നമ്മളുടെ കോസ്റ്റൽ പോലീസും നമ്മളുടെ തീരദേശ ജില്ലയായ ഈ പൊന്നാനി, ഇവിടെയൊക്കെ നമ്മുടെ ചെറുവള്ളം അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. മത്സരങ്ങൾ നമുക്ക് അവസാനിപ്പിക്കേണ്ടതാണ്. ഒരുപാട് സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാക്ക് നമ്മളുടെ ആ പൈലറ്റ് ബോട്ട് എന്തായാലും ആ ട്രാക്ക് ഒന്ന് ക്ലിയർ ആയത് കഴിഞ്ഞാൽ ആ അടുത്ത മത്സരം, കാരണം നമ്മളുടെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം കടന്നു പോയി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് ഇവിടെ നേരത്തെ ഗണേശേട്ടൻ പറഞ്ഞായിരുന്നു, നമ്മൾക്കിവിടെ മത്സരങ്ങളെ അക്കര സൈഡില് ആ വെള്ളത്തിൽ നിൽക്കുന്ന സഹോദരങ്ങള് ശ്രദ്ധിക്കുക. വളരെ വാശിയേറിയ ഒരു സെമി ഫൈനൽ മത്സരമാണ്. ആ രണ്ട് വഞ്ചിക്കും കടന്നു വരാനായിട്ടുള്ള ഒരു പാത ഒരുക്കി കൊടുക്കണം. ദയവ് ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ മത്സരം ഏകദേശം പൂർത്തീകരിക്കേണ്ടത് ഉണ്ട്. ആ ഒരു മനോഹരമായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. നിങ്ങളൊന്ന് സഹകരിക്കുക. എല്ലാവരും ഒന്ന് കരയിലേക്ക് നീങ്ങിന്നുകൊണ്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുമ്പോൾ ജലറാണിയും ചുള്ളിക്കാടനും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. അതെ, ഒപ്പത്തിനൊപ്പം പടയ്ക്ക് ഭരതെന്നല്ലു പറവാൻ പൈങ്കിളി നെല്ലു. അതെ, ആര് ജലരാജാവാകും, ആര് വിജയിക്കും, ആര് പരാജയപ്പെടുമെന്ന് ഒരിക്കലും പ്രവചിക്കാനാവാത്ത വിധത്തിൽ വാശിയേറിയ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ജലോത്സവ പ്രേമികളെ അതാ ആകാശത്തിലെ പറവുകളെ പോലെ, അതാ ഫിനിക്സ് പക്ഷിയെ പോലെ വിജയ പ്രതീക്ഷകളുമായി
പറന്നുയരുന്ന ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഇടിമുഴക്കം സൃഷ്ടിച്ചുകൊണ്ട്, ആരവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരുന്നു. ഒപ്പത്തിനൊപ്പമുള്ള കാഴ്ച ഇതല്ലേ നമ്മൾ ആഗ്രഹിച്ചത്. ഒപ്പത്തിനൊപ്പം കട്ടയ്ക്ക് കട്ടെ ചുള്ളിക്കാടനും ജലറാണിയും ആര് വിജയിക്കും, ആര് പരാജയപ്പെടുമെന്ന് പ്രവചിക്കാനാവാതെ മൂന്നാമത്തെ ട്രാക്കിലൂടെ ജലറാണിയും ചുള്ളിക്കാടനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഒപ്പത്തിനൊപ്പം അതെ, മനോഹരമായിട്ടുള്ള ഒരു സെമി ഫൈനൽ, ഒരു ഫൈനലിന്റെ എല്ലാ വീറും വാശിയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പം അവരങ്ങനെ ആ ഫിനിഷിംഗ് പോയിന്റിനെ മുത്തമിട്ടുകൊണ്ട് കടന്നു പോകുമ്പോ ഒരു അവഞ്ചിയിലെ ഒരു സഹോദരൻ അവിടെ വീണിട്ടുണ്ട്. ആര് പരാജയപ്പെടുമെന്ന് പകുതി ദൂരം പിന്നിടുമ്പോഴും പ്രവചിക്കാനാവാത്ത വിധത്തിൽ 3 വഞ്ചികളും വീരപുത്രൻ ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോ, രണ്ടാമത്തെ ട്രാക്കിലൂടെ കായൽ കുതിര കടന്നു വരുമ്പോ, മൂന്നാമത്തെ ട്രാക്കിലൂടെ ആലുവ റോവേഴ്സിന്റെ കടവനാടിന്റെ മിഖായേലും കടന്നു വരുമ്പോ ആവേശകരമായിട്ടുള്ളൊരു മത്സരം. എന്റെ പ്രിയപ്പെട്ട കാണികളെ, നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഒന്ന് ത്തിന്റെ പൊന്മുടിയിൽ എത്തിച്ചുകൊണ്ടുള്ള ഒരു മത്സരം തന്നെ കാഴ്ചവെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒപ്പത്തിനൊപ്പമുള്ള ഒരു മത്സരം. ആര് പരാജയപ്പെടും, ആര് വിജയിക്കും, ഒരിക്കലും പ്രവചിക്കാനാവാത്ത വിധത്തിൽ വീരപുത്രനും കായൽ കുട്ടിയും ഉജ്ജ്വലമായ ഒരു പോരാട്ടം. ഈ പോരാട്ടം ചരിത്രത്തിന്റെ ഉജ്ജ്വലമായ ഒരു വിജയം. ആരാണ് വിജയിക്കുക, ആരാണ് പരാജയപ്പെടുക? എന്റെ പ്രിയമുള്ളവരെ, വീരപുത്ര, കായൽ കുതിരെ, മിഖായേൽ, ആരാണ് കാണികളുടെ ആവേശം കരകളിലേക്ക് ഉയർന്നു പോകുമ്പോൾ ഉജ്ജ്വലമായ ഒരു മത്സരം, പോരാട്ടത്തിന്റെ മത്സരം. ഇതൊരു ഫൈനൽ മത്സരം തന്നെയല്ലേ? ഒപ്പത്തിനൊപ്പം വീരപുത്രൻ, കായൽ കുതിരയും മിഖായേലും അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിനെ മുത്തമിട്ടുകൊണ്ട് കടന്നുപോയ ആവേശകരമായിട്ടുള്ള ഒരു ഫൈനൽ മത്സരം. ആർട്സ് ക്ലബിന്റെ പത്തായിൽ സെന്റർ കാഞ്ഞിരമുക്കിന്റെ ജലറാണി ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ, ന്യൂ ക്ലാസിക് ക്ലബിന്റെ മണിക്കൊമ്പൻ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. ന്യൂ ടൂറിസ്റ്റ് ആൻഡ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ കാഞ്ഞിരമുക്കിന്റെ പറക്കും കുതിര, കഴിഞ്ഞ വർഷത്തെ വിജയിയായിട്ടുള്ള പറക്കും കുതിര മൂന്നാമത്തെ ട്രാക്കിലൂടെ കാഞ്ഞിരമുക്കിന്റെ പ്രാർത്ഥനയോടെ ചേർന്ന് കടന്നു വരുമ്പോൾ, ഈ മണിക്കൊമ്പൻ ന്യൂ ക്ലാസിക് ക്ലബിന്റെ മണിക്കൊമ്പൻ 2024 ചരിത്രം ഞങ്ങൾ തീർക്കും, ഞങ്ങൾ മറിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മണിക്കൊമ്പൻ കടന്നു വരുമ്പോൾ, ജലറാണി നവയുഗം സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ പാത്തയിൽ സെന്റർ കാഞ്ഞിരമുക്കിന്റെ ജലറാണി അവർ ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ, ഇതൊരു ചരിത്ര വിജയം തന്നെയാണ്. ഈ ജലത്തിന്റെ റാണി ഈ വിജയം കൈവരിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ഈ വിജയം കരസ്ഥമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ, ഇല്ല, 22 വർഷത്തെ പാരമ്പര്യമുള്ള വിജയക്കൊടി പാറിച്ച പറക്കും കുതിര, ഈ പറക്കും കുതിര കന്നിയംഗത്തിൽ തന്നെ വിജയകിരീടം ചൂടിയ ഈ പറക്കും കുതിര തന്നെ ഈ വർഷവും ഈ വലിയ കപ്പിൽ മുത്തമിടുമെന്ന് പറഞ്ഞുകൊണ്ട് പറക്കും കുതിര പറന്നു വരുമ്പോൾ, ജലത്തിലെ റാണിയായ ജലറാണി ഒന്നാമത്തെ ട്രാക്കിലൂടെ തടസ്സം സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ ആ വെള്ളത്തെ വെല്ലാൻ പാഞ്ഞെടുക്കാൻ, ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആ ഫിനിഷിംഗ് പോയിന്റിനെ വാരിപ്പുണർന്ന് ചുംബിക്കാൻ അവരങ്ങനെ കടന്നു വരുമ്പോൾ, ഒരു ജലയുദ്ധത്തിന് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അങ്ങ് കായൽപ്പരപ്പിന്റെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് അത് 3 ജലരാജാക്കന്മാർ, ജലറാണിയും മണിക്കൊമ്പനും പറക്കും കുതിരയും അഴകാർന്ന തേരാറ്റിൻ നീരൊഴുക്ക് കടലോട് ചേരുന്നിടത്ത് വൈഡൂര്യ കല്ല് പോലെ തിളങ്ങുന്ന ആ 3 വള്ളങ്ങൾ എത്ര രസകരമാണ്. കാണികളുടെ നെഞ്ചിടിപ്പിന്റെ താളം പോലും തകിടം മറിയിക്കുന്ന തുഴച്ചിൽക്കാരുടെ പങ്കായത്താളം. ഈ താളമല്ല വഞ്ചിപ്പാട്ടിന്റെ താളം, ഈ താളമല്ല ജലോത്സവ പ്രേമികൾ ആവേശത്തോടെ കാത്തിരുന്ന താളം. പോരികളം നിറയുന്ന കുളമ്പടി ശബ്ദം പോലെ പുഴയുടെ അങ്ങേത്തലയ്ക്കിൽ നിന്നും ഉയർന്നു കേൾക്കുന്നില്ലേ? നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങളൊന്ന് കാണൂ, നിങ്ങളൊന്ന് ആസ്വദിക്കൂ. 3 വള്ളങ്ങളും ഇഞ്ചോടിഞ്ച് വ്യത്യാസമില്ലാതെ ഒപ്പത്തിനൊപ്പം ജലറാണിയാണോ, മണിക്കൊമ്പനാണോ, പറക്കും കുതിരയാണോ, ഉജ്ജ്വലമായ പ്രൗഢമായ ഒരു പോരാട്ടം നമ്മുടെ കണ്ണുകൾക്ക് കൊണ്ട്, നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കണ്ടാസ്വദിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഇഞ്ചോടിഞ്ച് മത്സരം. കലിയടങ്ങാത്ത കാട്ടുകൊമ്പന്റെ
ക്രൗര്യമോടെ ഇതാ തലയെടുപ്പോടെ വെള്ളത്തിൽ ഒരു മിന്നൽ പിണർ സൃഷ്ടിച്ചുകൊണ്ട് ഇതാ കടന്നു വരുന്നു. BM കായലിന്റെ വിരിമാറിൽ തൊടുത്തുവിട്ട അസ്ത്രം പോലെ ഇതാ പാഞ്ഞു വരുന്നു. വീശിയടിക്കുന്ന കായൽ കാറ്റിന് പോലും ആവേശത്തിന്റെ ഗന്ധം പടർത്തിക്കൊണ്ട് BM കായലിന്റെ മടിത്തട്ടിൽ പോരാട്ടത്തിന്റെ തീ പടർത്തിക്കൊണ്ട് ഇതാ മൂന്ന് വള്ളങ്ങൾ ഇഞ്ചോടിഞ്ച് മത്സരിച്ചുകൊണ്ട് ജലറാണിയാണോ, മണിക്കൊമ്പനാണോ, പറക്കും കുതിരയാണോ, ഇത് ആരാണെന്ന് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ഉജ്ജ്വലമായ ഒരു പോരാട്ടം. ഇത് പോരാട്ടമല്ല, ഇതൊരു യുദ്ധമാണ്. BM കായലിന്റെ ജലപ്പരപ്പുകളിൽ അഗ്നിസ്രോതസ്സുകൾ പടർത്തിക്കൊണ്ട് കരയിലെ ആവേശം കാണികളിലേക്ക് എത്തിച്ചുകൊണ്ട് ആ വള്ളങ്ങൾ കടന്നു വരികയാണ്. കരയിലെ ആവേശം തുഴക്കാരുടെ കൈകളിലേക്കും തുഴയുടെ ചലനം കരയിലെ ആർപ്പുവികളിലേക്കും കൊണ്ട് BM കായലിന്റെ ഇടനെഞ്ചു പിളർത്തിക്കൊണ്ട് ഇതാ കടന്നു വരുന്നു. ആരാണ്? ജലറാണിയാണോ, മണിക്കൊമ്പനാണോ, പറക്കും കുതിരയാണോ? പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പറക്കും കുതിര ജലറാണി, പറക്കും കുതിര ജലറാണി, റാണി കുതിര, കുതിര റാണി, റാണി കുതിര, കൊമ്പൻ കുതിര, റാണി കുതിര, കൊമ്പൻ കുതിര. വള്ളങ്ങൾ ശ്രദ്ധിക്കണം, വള്ളം മറിയാതെ ശ്രദ്ധിക്കണം, വള്ളങ്ങൾ മറിയാതെ ശ്രദ്ധിക്കണം. ക്യാഷ് പ്രൈസ് നൽകുന്നത് BBRCയുടെ പ്രസിഡന്റ് ബെജു പേമ്പ്രം. എയർഗേറ്റ് റോയൽസിന്റെ മാനേജർ മുസാഫിർ സാർ. ഈ ജലോത്സവം ഇത്ര ഗംഭീരമായി സംഘടിപ്പിക്കുക ഈ മേജർ വിഭാഗത്തിന്റെ 3ാം സ്ഥാനത്തിനുള്ള ക്യാഷ് പ്രൈസ് വിതരണം ചെയ്യുന്നത് ന്യൂഹ ഗോൾഡിന്റെ ഖാലിദ് സാറാണ്. നല്ലൊരു മത്സരം കാഴ്ചവെച്ച ജനറാണിക്ക് 1000 അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ. ഈ മേജർ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയുള്ള വെള്ളത്തിന് ലക്ഷ്മണ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫി നേടിയുള്ള മണിക്കൊമ്പന് 1000 അഭിനന്ദനങ്ങൾ. ഇവർക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് BBRCയുടെ പ്രതിനിധി റവീൻ കെയാണ്. മെമ്മോറിയൽ ഈ ട്രോഫി നേടിയ ജയഭാർക്കുള്ള ഇതോടെ നൽകുന്നത് നമ്മുടെ ജനകീയ MLA ആണ്. അതുപോലെ തന്നെ ക്യാഷ് പ്രൈസ് നൽകുന്നത് ഫവാസിന്റെ സഹോദരൻ സിദ്ദിഖ് രാജ. നമ്മുടെ ഈ ജലോത്സവമായി നമ്മുടെ കാലങ്ങളായി നമ്മുടെ കൂടെ നിന്നിരുന്ന ഫവാസിന്റെ ആത്മീയമായുള്ള ഈ വിനോദത്തിൽ ക്യാഷ് പ്രൈസ് നൽകുന്നതിന് വേണ്ടി മുനവർ നമ്മുടെ ഫവാസ് ഖാന്റെ പേരിലുള്ള ഈ ക്യാഷ് പ്രൈസ് മുനവറും സിദ്ദിഖാജയും കൂടി ഈ പറക്കും കുതിരയ്ക്ക് ഈ 2024 ജലോത്സവത്തിന്റെ വിജയികൾക്ക് കൈമാറുന്നു. ഈ 2024 ജലോത്സവത്തിൽ വിജയികളായ പറക്കും കുതിരയ്ക്ക് ഞങ്ങളെല്ലാം സഹോദരൻ റിനിൽ റോഷന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ കൈമാറിയുള്ള ട്രോഫിയാണ് ഇവിടെ കൈമാറുന്നത്.
റിവ്യൂവേഴ്സിന്റെ നാമധേയത്തിലുള്ള ഈ ട്രോഫി പൊന്നാനിയുടെ MLA പി നന്ദകുമാർ പാർക്ക് മുതലേക്ക് കൈമാറുന്നു. നമ്മുടെ എല്ലാം സഹോദരൻ, ഞങ്ങളെല്ലാം കൂടെ കളിച്ചു വരുന്നവൻ വിജയഘോഷിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ചേർന്ന് സ്മരണാർത്ഥം നൽകുന്ന വിന്നേഴ്സ് ട്രോഫി പാർക്ക് മുതലേക്ക് പൊന്നാനിയുടെ MLA പി നന്ദകുമാർ കൈമാറുന്നു. അതിഗംഭീരമായി സംഘടിപ്പിക്കുവാൻ BBRCക്കൊപ്പം കൈമോന്ന് പ്രവർത്തിച്ച ഈ പൊന്നാനി വിയങ്കായിലെ കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളോടും, എല്ലാ കമ്മിറ്റി മറ്റു ജനപ്രതിനിധികളോടും ഈ ജലോത്സവ കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിപ്പിക്കുന്നു. അപ്പൊ ഇത്രയുള്ള ബിയങ്കായലിലെ വള്ളംകളി വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്റ്റേ ട്യൂൺ റൂട്ട്സ് ഓൺ വീൽസ്.